ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ തോരൻ മൾബറി ചെടിയുടെ ഇലയാണ്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു 10 തരം തോരൻ വയ്ക്കാൻ പറ്റുന്ന പോഷക മൂല്യങ്ങളുള്ള ഇലകൾ ഉപയോഗിച്ച് തോരൻ വയ്ക്കുന്ന വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ 5ാമത്തെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇന്ന് സൂപ്പർ ടേസ്റ്റാണിത്. ഈ ഇല നമ്മൾ തോരൻ വെച്ചാൽ ഇതുവരെയും കഴിച്ചിട്ടില്ലാത്ത ആർക്കും പറയാൻ പറ്റത്തില്ല ഇത് മൾബറി ചെടിയുടെ ഇല കൊണ്ടാണ് നമ്മൾ തോരൻ വെച്ചതെന്ന്. കഴിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും അത്യാവശ്യമാണ് ഇലക്കറികൾ. മൾബറി ചെടിയുടെ കൂമ്പോട് കൂടിയ ഇല നമുക്ക് തോരൻ വയ്ക്കാവുന്നതാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഇല. മൾബറി ചെടിയിലെ പോളിഫെനോൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ പോലുള്ള സസ്യ സംയുക്തങ്ങൾ വിറ്റാമിൻ സി, സിങ്ക്, കാൽസ്യം, ഇരുമ്പ്, പൊട്ടാസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം തുടങ്ങിയ ധാരാളം പോഷകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ മൾബറി ചെടിയുടെ ഇല മാത്രമാണ് എടുത്തിട്ടുള്ളത്, കൂമ്പ് ഒടിച്ചിട്ടില്ല. ഇല നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമ്മൾ ചീരയൊക്കെ അരിയുന്നത് പോലെ തന്നെ നമുക്ക് ചെറുതായിട്ടത് അരിഞ്ഞെടുക്കാം. എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റ് ഇലകളെ അപേക്ഷിച്ച് ഇത് ഈ ഇലയെ കീടങ്ങൾ ആക്രമിക്കുന്നത് വളരെ കുറവാണ്. എപ്പോഴും നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് എപ്പോഴും ഫ്രഷ് ഇലയാണ് കിട്ടാറുള്ളത്. നമ്മൾ തോരൻ വയ്ക്കാനായിട്ട് തളിരില തന്നെ എടുക്കണം, എന്നാൽ മാത്രമേ വെന്തൊക്കെ കിട്ടത്തുള്ളൂ. മുറ്റിയ ഇലയൊക്കെ എടുത്താൽ വേകാനൊക്കെ കുറച്ച് താമസമായിരിക്കും. അത് നല്ലതെന്നാട്ടാ കുഴപ്പമില്ല എന്നേ ഉള്ളൂ. നമ്മൾ ഇലയെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിവിടെ വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്. മൾബറി ചെടിയുടെ ഇല നമ്മൾ സാധാ ചീരയേക്കാളും കുറച്ചുകൂടി വേവുണ്ട്. നമ്മുടെ പ്ലാവിലേക്ക് വേവിക്കുന്ന പോലെ കുറച്ച് വേവ് കൂടുതലാണ്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി 2 എണ്ണം വേണം. കാന്താരി മുളകാണ് ഞാൻ ചേർക്കുന്നത്, 6-7 എണ്ണം ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം, 2 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് 1/4 ടീസ്പൂൺ. 2 വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വഴണ്ടതിന് ശേഷം മാത്രം നമുക്ക് മൾബറി ചെടിയുടെ ഇല ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് തോരത്തിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന ഇലയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇലക്കറികൾ സാധാരണ അടച്ചു വെച്ച് വേവിക്കാറില്ല, പക്ഷേ മൾബറി ചെടിയുടെ ഇലയും നമ്മുടെ പ്ലാവിലേക്ക് വേവിക്കുന്ന സമയത്ത് അതിന് കുറച്ചുകൂടി വേവ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട്. സവാളയൊക്കെ ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരല്പം കൂടി 1-2 മിനിറ്റ് കൂടെ കഴിഞ്ഞതിന് ശേഷം ഇല ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇല ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ അരിഞ്ഞ സമയത്ത് ഉള്ളത് തന്നെയാണ്, ഇത് കുറയൊന്നുമില്ല, ക്വാണ്ടിറ്റി കുറഞ്ഞൊന്നും വരില്ല. നമ്മൾ സാമ്പാർ ചീരയൊക്കെ അരിയുന്നതിൻ്റെ വെന്ത് വരുമ്പോഴത്തേക്ക് ക്വാണ്ടിറ്റി കുറയും, പക്ഷേ ഈ ഇലയൊന്നും വലുതായിട്ട് ക്വാണ്ടിറ്റി കുറയത്തൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഇളക്കുന്നൊന്നുമില്ല. നമ്മൾ അരപ്പും തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അരപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇലയും അരപ്പും കൂടി കിടന്നൊന്ന് വേഗട്ടെ. വെന്തതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിൽ അടച്ചു വച്ചിട്ടുണ്ട്. 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാവുന്നതാണ്. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇലയൊന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ഒട്ടുന്നൊരു രൂപത്തിലാണ് ഇരിക്കുന്നത്. ഒട്ടുന്നല്ല, ഒരു വല പോലെ എല്ലാം കൂടി അങ്ങനെ ഇരിപ്പുണ്ട്. അത് വെന്തിട്ടില്ല. വെന്ത് കറക്റ്റ് പാകമാകുമ്പോൾ ഇത് നല്ലതുപോലെ തുറന്ന ആ ഒരു രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടും. ഇപ്പം വെന്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ വേവിക്കുന്നത് കറക്റ്റായിട്ട് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ നമ്മളിട്ട് വേവിക്കാനായിട്ടും ശ്രദ്ധിക്കുക. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരുന്നാൽ മതി. നല്ലതുപോലെ ഒന്ന് നമ്മൾ ഇളക്കി സെപ്പറേറ്റൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ ഇതുവരെയും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം.
ഇനി നമ്മൾ ഇളക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് അടച്ചു വെച്ചിട്ടുള്ളത്. അതും 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇപ്പോഴും അത് വെന്തിട്ടില്ല. കറക്റ്റ് വേവായാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ആദ്യം നമ്മൾ ഇല ചേർത്ത് കൊടുത്ത സമയത്ത് ഒരുമാതിരി നൂഡിൽസ് കണക്ക് എല്ലാം കൂടി ഒന്നിച്ചിരുന്നതാണ്. ഇപ്പം കുറേശ്ശെ അത് വിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി സെപ്പറേറ്റ് ആക്കി നിരത്തി വെച്ച് കൊടുക്കുക. ആ സമയത്ത് നല്ലതുപോലെ നമുക്ക് തോരൻ കിട്ടുന്നതാണ്. ലോ ഫ്ലെയിമിൽ തന്നെ ഇടാനായിട്ട് മറക്കരുത്. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞും പോവും. നമ്മുടെ തോരൻ്റെ ഇല വേഗത്തുമില്ല. ഇനി നമുക്ക് ഒന്നുകൂടി അടച്ചു വെച്ച് കൊടുക്കാം. നമ്മൾ ടോട്ടൽ 3 പ്രാവശ്യം അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. അതായത് 3 മിനിറ്റോളം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുക. ഇടയ്ക്ക് മുറയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക, അടിയിലൊന്നും പിടിക്കാതെ. ഇനി നമുക്ക് ഇളക്കി നോക്കാം. ഇപ്പം നമ്മുടെ തോരനൊക്കെ വെന്തിട്ടുണ്ട്, നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നു, വെന്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം നിരത്തി ഒന്ന് വെച്ച് കൊടുക്കാം. ആ സമയത്ത് നമ്മുടെ തോരൻ കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് കിട്ടും. ഇലക്കറികളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മൾബറി ചെടിയുടെ ഇല തന്നെയാണ്. പോഷകമൂല്യങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് സാമ്പാർ ചീരയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്രത്തോളമൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ അളവ് നിയന്ത്രിക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും എല്ലാത്തിനും ഈ ഇല തോരൻ വെച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. നമ്മൾ ഇറച്ചി മുട്ടയൊക്കെ കഴിക്കാത്തവർക്ക് അതിന് പകരമായിട്ട് ഈ ഇല തോരൻ വെച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഈ ഇലയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും ഈ ഇലക്കറി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. മുടി വളരാനും കണ്ണുകൾക്ക് തിളക്കമേകാനും എല്ലാത്തിനും, നമ്മുടെ സൗന്ദര്യവർദ്ധനത്തിനും എല്ലാത്തിനും നമ്മൾ ഈ മൾബറി ചെടിയുടെ ഇല തോരൻ വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ചിലർ പറയുന്നുണ്ട് ക്യാൻസർ കോശങ്ങളെയൊക്കെ തടയാൻ ഈ മൾബറി ചെടിയുടെ ഇലയ്ക്ക് കഴിവുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ഇലയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ കൊഴുപ്പൊക്കെ അലിഞ്ഞു പോകാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഒരു ഡോക്ടറുടെ ഉപദേശം തേടിയതിന് ശേഷം മാത്രം നിങ്ങളത് കുടിക്കുക. നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ. അപ്പം അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്.